മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ഇസ്കോണിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതേസമയം ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമം തുടർന്ന് ഇസ്ലാമിസ്റ്റുകൾ. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇസ്കോണിന്റെ 17 ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഫ്രീസ് ചെയ്തത്. ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ അടിത്തറ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇസ്കോൺ ക്ഷേത്രങ്ങൾ തകർക്കുമെന്ന് ഭീഷണി മുഴക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടത്തുകയാണ്. ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരതയ്ക്കിരയാകുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്കോൺ നാളെ ലോകവ്യാപകമായി പ്രാർത്ഥനാ യജ്ഞം നടത്തും. ചിറ്റഗോങ്ങിൽ ഇന്നലെ 3 ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ഇസ്ലാമിക ഭീകരർ തകർത്തത്. ശാന്തനീശ്വരി ക്ഷേത്രം, ഷാനി ക്ഷേത്രം, കാലിഭാരി ക്ഷേത്രവുമാണ് അക്രമികൾ ലക്ഷ്യമിട്ടത്. മുഹമ്മദ് യൂനിസ് സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത് വന്നു. ഭരണകൂട ഭീകരതയ്ക്ക് മതന്യൂനപക്ഷങ്ങൾ ഇരകളാകുന്നതായി ഹസീന വിമർശിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് ഷെയ്ഖ് ഹസീന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.